ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലീസ്. ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗാർഡനിലുള്ള നമ്മുടെ അമ്പലമാണ് കേട്ടോ. അമ്പലം പൂത്ത് നിൽക്കുന്നുണ്ട്. ദിവസവും ഇതിൽ പൂക്കളുണ്ടായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലുള്ളൊരു പ്ലാന്റ് അല്ലായിരുന്നു കേട്ടോ. അത് സീഡിൽ നിന്നോ മറ്റോ മുളച്ചതാണ്. നല്ലൊരു കളറാണ് കേട്ടോ, നല്ലൊരു ലാവണ്ടർ കളറ്. പിന്നെ അതുപോലെ ഭയങ്കര വലുപ്പമുള്ള പൂക്കളൊന്നും അല്ല കേട്ടോ, എന്നാലും അത്യാവശ്യം വലുപ്പമുള്ള പൂക്കളൊക്കെയാണ്. നോക്കി എന്തൊരു ഭംഗിയാണെന്ന്. നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇതുപോലെ ആമ്പലൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആമ്പലം നല്ല ഏത് പൂക്കളായാലും നമുക്ക് ഒത്തിരി ഇഷ്ടമാവുമായിരിക്കും അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ പൂത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ ഗാർഡനിൽ നിന്ന് കാടൊക്കെ പറിച്ച് കളയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇതുപോലത്തെ പോച്ച കൊണ്ടുവന്ന് നട്ടു പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടു ബോർഡർ ഗ്രാസ്, എന്താ പേൾ ഗ്രാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണോയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ഒരു പിന്നെ നമ്മുടെ പോച്ചയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഗാർഡനിൽ നിന്ന് ഒഴിവാക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്തായാലും നമുക്കൊന്ന് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് അതുപോലെയുള്ള അതാണോയെന്നറിയില്ല, ഇതിൻ്റെ മിനിയേച്ചറാണെന്ന് തോന്നുന്നു കേട്ടോ വാങ്ങി നടുന്നത്. പേൾ ഗ്രാസ് എന്ന പേരൊക്കെ ഉള്ളത്. ഇതെങ്ങനെയാവുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാലും വെറുതെ ഇതുപോലെ ഒന്ന് നട്ടു വെക്കുകയാണ് കേട്ടോ, നമുക്ക് ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അധികം സ്ഥലമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഉള്ള സ്ഥലത്ത് നമുക്ക് ഒരു പച്ചപ്പാക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ച് നോക്കുകയാണ് കേട്ടോ. എന്തായാലും അത് നല്ല രീതിയിൽ പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ അവിടെ വെച്ചിരുന്ന ആ ചിരട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ടെയിലിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് വെറുതെ ഇതുപോലെ ഒന്ന് എടുത്ത് വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ നമ്മുടെ പേൾ ഗ്രാസ് ഒരാഴ്ച ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഇത് സക്സസ് ആയാലും അത് പരാജയപ്പെട്ടാലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് എന്തായാലും പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കവർ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അതൊക്കെ വരും വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയണേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗത്ത് തന്നെ ഇതുപോലെ ചെറുതായിട്ടൊരു പച്ചപ്പൊക്കെ വന്നപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ പൊട്ടത്തരമാണോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഹാങ്ങിങ് വിൻകയാണ് കേട്ടോ. അന്ന് ബേസിൽ വെച്ചിരുന്നില്ല ഒരു പ്ലാന്റ്. അപ്പോൾ അത് ഈ രീതിയിൽ നല്ലതുപോലെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ആ ഒരു മതിലിൻ്റെ സൈഡിൽ അങ്ങനെ കയറ്റി വെച്ചേക്കുവാണ്. മുകളിലല്ല, മതിലിൻ്റെ മുകളിലല്ല, ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. വലിയ ബേസിനായതുകൊണ്ട് നമുക്ക് മുകളിലോട്ടൊന്നും എടുത്ത് വയ്ക്കാനായിട്ട് പറ്റത്തില്ല. അത്യാവശ്യം നല്ല പൂക്കളോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സീഡൊക്കെ ആകുമ്പോൾ എടുക്കാവുന്നതാണ്. പിന്നെ കട്ടിങ്സും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. നല്ലൊരു കളറാണ് കേട്ടോ. ആ ഒരു ഡാർക്ക് കളറിനകത്തൊരു വൈറ്റും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണേ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള പോട്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളായി നിൽക്കും കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തിയുമായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിങ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിടിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, എന്നാലും കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറാണത്. പിന്നെ ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ ഒരു വെറൈറ്റിയാണ്, ഒരു ടാറ്റു പപ്പായയാണ്. അപ്പോൾ അത് ആ ഹാങ്ങിങ് ബോട്ടിൽ ഒന്ന് ആയിപ്പോയതാണ്. അത് മാറ്റി വെക്കാനും പറ്റുന്നില്ല, കട്ടിങ്സ് വെച്ചിട്ട് പിടിച്ചതുമില്ല. അപ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ടാറ്റു പപ്പായാണ് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ആക്കി വേറെ സെപ്പറേറ്റ് ഒരു പോട്ടിലോട്ട് ഒന്ന് മാറ്റി വെക്കണമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ടാറ്റു വെറൈറ്റീസ് എല്ലാം സൂപ്പറാണ്. ടാറ്റു വെറൈറ്റീസ് എന്നല്ല, എല്ലാ പ്ലാന്റ്സും അടിപൊളിയാണ്. എന്നാലും ടാറ്റുവിൻ്റെ അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു തൈ നട്ടതാണ് കേട്ടോ. കണ്ട അതിൻ്റെ ആ ഒരു തലപ്പ് നുള്ളിയപ്പോൾ തന്നെ അതിന് എത്ര ബ്രാഞ്ചാണ് വന്നേക്കുന്നതെന്ന് നോക്കി. കണ്ടില്ലേ, നല്ല ബുഷി പ്ലാന്റായിട്ട് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ പ്ലാന്റ് ഉണ്ടെങ്കിൽ തലപ്പൊന്ന് നുള്ളി കൊടുത്താൽ ഇതുപോലെ ബുഷിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഇവിടെയുള്ള കുറച്ച് പ്ലാന്റ്സ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മൾ പോച്ചയൊക്കെ നട്ടു വെച്ചില്ലേ, അത് അതിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഈ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെങ്കയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടണം കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? ആരോ പറഞ്ഞിരുന്നു എന്നും ഒരേ പ്ലാന്റ്സ് കാണിക്കുമ്പോൾ ബോറടിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്ലവറായിട്ടുള്ള പ്ലാന്റ്സ് ഇതൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഹാങ്ങിങ് വിൻക, അതുപോലെ തന്നെ ഗ്രൗണ്ട് വിൻക, അതുപോലെ തന്നെ പെറ്റൂണിയ, അത്രയും പ്ലാന്റ്സൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ. അപ്പോഴും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ ബോറടിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരത് സ്കിപ്പ് അടിച്ച് പോകാൻ മാത്രമേ നിവർത്തിയുള്ളൂ കേട്ടോ. കണ്ടോ, നമ്മുടെ ഹാങ്ങിങ് വിൻകയൊക്കെ കണ്ടോ ഈ
ഈ ഒരു രീതിയിൽ ഫ്ലവറായി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് വിൻക 2 താഴെ വീണ് പോയിരുന്നില്ലേ, അത് കുഴപ്പമില്ല കേട്ടോ. അതാ ഈ കാണുന്ന പ്ലാന്റാണത്. അത് എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കിട്ടി, ഒത്തിരി സന്തോഷമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പം നമ്മുടെ ബ്ലാക്ക് മൂണിൻ്റെ സീഡ് കുറച്ച് പേർക്കൊക്കെ കൊടുത്തിട്ട് ഒരു 10-15 പേർക്കൊക്കെ നമ്മൾ ഇന്നലെയും ഇന്നും ആയിട്ടൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നും അയക്കാനായിട്ടൊക്കെ പോകണം, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മറു സൈഡിൽ ഇതുപോലെ നമ്മുടെ പ്ലാന്റ് ഫ്ലവറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയാണ് കേട്ടോ. പിന്നെ മുകളിലായിട്ട് നമ്മുടെ ഹാങ്ങിങ് വിൻക ഇട്ടത് കുറച്ചൊക്കെ ഇന്ന് ഫ്ലവറായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു രീതിയിലാണ്, മൊത്തത്തിൽ അങ്ങനെ ഫ്ലവർ ആയില്ല, എന്നാലും കുറച്ചൊക്കെ ഫ്ലവറായി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഫ്ലവർ ആയാലേ നമുക്ക് ആ ഭംഗി അറിയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഞാനിത് തലപ്പൊക്കെ നുള്ളി കൊടുത്ത് അങ്ങനെ നിർത്തിയേക്കുന്നത് കൊണ്ട് ഫ്ലവർ ആവാനായിട്ട് താമസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബുഷിയായിട്ട് നിന്ന് പൂത്തോളും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തലപ്പ് നുള്ളി കൊടുത്തത്. നമ്മുടെ നാടൻ ഡബിൾ പെറ്റലാണ് കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ലൈറ്റ് കളർ. അതായത് ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന്. എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇതിൽ സീഡ് ഉണ്ടാവത്തില്ല, നമ്മളിതിൻ്റെ തലപ്പ് നുള്ളി കൊടുത്താണ് ഇതിൻ്റെ തൈ ആക്കിയെടുക്കുന്നത് കേട്ടോ. തൈ ആക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്, കുഴപ്പമില്ല. തലപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയേ. മണലിലൊക്കെ വെച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് റൂട്ട് പിടിച്ച് കിട്ടും. പിന്നെ ഇവിടെയും അത്യാവശ്യം നല്ല ബുഷിയായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഹാങ്ങിങ് വിൻക എടുത്ത് നമ്മളങ്ങ് വെച്ചല്ലോ, അവിടെ ആ ഒരു പ്ലാന്റ്, അതായത് എനിക്കതിൻ്റെ പേരറിയത്തില്ല കേട്ടോ, അത് ഇതുപോലെ വച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇവിടെ നിൽക്കുന്നതെല്ലാം ഹൈറ്റ് വെച്ച് പോയിട്ടിട്ട് 4 നിറയെ പൂക്കളുണ്ട് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ ഭംഗിയുണ്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ അറിയിക്കണേ, കണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വിൻക സീഡ് പാകുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ആരോ പറഞ്ഞിരുന്നു പെറ്റൂണിയ ഇതുപോലെ മാറ്റി നട്ടിട്ട് പിടിച്ചില്ല എന്ന്. പക്ഷേ പെറ്റൂണിയ ഞാൻ മാറ്റി നട്ടിട്ടില്ല കേട്ടോ. ഇതുപോലെ പെറ്റൂണിയ എനിക്ക് സീഡ് പാകിയാൽ ഒട്ടും സക്സസ് ആവത്തില്ല, കാരണം എനിക്കത് പിടിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒത്തിരി പ്രാവശ്യം പെറ്റൂണിയുടെ സീഡ് വാങ്ങിച്ചിട്ടുണ്ട്, അതെങ്ങനെയൊക്കെ നോക്കിയാലും എനിക്കത് പിടിപ്പിച്ച് കിട്ടാനായിട്ട് പറ്റത്തില്ല, പിടിച്ച് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇതുപോലെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ വിൻക ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പാകിയതിന് ശേഷം ട്രെയിലോട്ടൊക്കെ മാറ്റുന്ന സമയത്ത് നമ്മൾ വലിച്ച് ഇതൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് കിട്ടത്തില്ല. നമ്മൾ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ആ മണ്ണോട് കൂടി തന്നെ നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വിൻകയുടെ കാര്യമാണ് കേട്ടോ, വിൻക എന്തായാലും പിടിച്ച് കിട്ടും. പെറ്റൂണിയുടെ കാര്യം എനിക്കറിയത്തില്ല, പെറ്റൂണിയ എനിക്ക് പാകുമ്പോഴേ പിടിച്ച് കിട്ടാറില്ല, അതുകൊണ്ട് അതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അല്ലാത്ത പ്ലാന്റ് വിൻക നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.